ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. പ്രിയ ദൈവമക്കളെ, 121 സങ്കീർത്തനത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ ദൈവനാമത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ലതും വിലപ്പെട്ടതുമായ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ കർത്താവേ നൽകിയ വലിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ദൈവത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ദൈവത്തിന് സംസാരിക്കാൻ കർത്താവിനെ സഹായിക്കണമേ. എന്നെ ദാരി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഓരോ നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേപ്പാ. എന്നെ തന്നെ ഒരിക്കൽ കൂടി താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനകൾക്ക് ഉത്തരമറിയുമാറാകണമേ. ആമേൻ. ദൈവജനമേ, 121 സങ്കീർത്തനം എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ വളരെയധികം ആശ്വാസവും ധൈര്യവും നൽകുന്നൊരു സങ്കീർത്തനമാണ്. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകയാത്രയിൽ വളരെയധികം പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ഭയങ്ങൾ എല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും അതിനെല്ലാം അതിജീവിക്കുവാൻ ഒരു പൂർണ്ണ ആശ്രയം ആവശ്യമായിരിക്കുമ്പോൾ 121 സങ്കീർത്തനം നമ്മളുടെ സഹായത്തിന് വേണ്ടി, നമ്മുടെ ആശ്രയത്തിന് വേണ്ടി നമ്മൾ എങ്ങോട്ട് നോക്കണം, നമുക്ക് സഹായം എവിടെ നിന്ന് വരും എന്നുള്ളൊരു ചോദ്യമായി തുടങ്ങുന്ന ആ സങ്കീർത്തനത്തിൻ്റെ വ്യക്തമായ മറുപടി അതിൻ്റെ 2-ാം വാക്യത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള മറുപടി നമുക്ക് 2-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്നുള്ള ആ ചോദ്യത്തിന് മറുപടിയും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ ഈ ലോകയാത്രയിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക്, നമ്മുടെ പ്രയാസങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക്, നമ്മുടെ എല്ലാ ദുരിതങ്ങൾക്കും ഒരു സഹായം വരുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉയരത്തിലേക്ക് കണ്ണുകൾ നമ്മുടെ ഉയർത്തി നമ്മളുടെ സഹായം നേടുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ വലിയൊരു സഹായകനായ ദൈവത്തെയാണ് നമുക്ക് ഈ 121 സങ്കീർത്തനത്തിൽ 1-2 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. പ്രിയരെ, അതുപോലെ ഇതിനെ സങ്കീർത്തനം 124:8 ഇത് തന്നെയാണ് വിശകലനം ചെയ്യുന്നത്. നമ്മുടെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു. അപ്പോൾ നമുക്കൊരു സഹായകനാണ് എന്നുള്ളത് നമുക്ക് ഈ സങ്കീർത്തനം 121 നിന്നും നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. എന്നാൽ 3-4 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു: നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല എന്ന് 3-4 വചനത്തിന്റെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരിധിയില്ലാത്ത അവസ്ഥകളിലും, നമ്മുടെ കാലുകൾ വഴുതി പോകുന്ന, നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ വഴുതി പോകുന്ന അവസരങ്ങളിലും, നമ്മുടെ ജീവിതം ഇടറിപ്പോകുന്ന അവസരങ്ങളിലും നമ്മളെ പരിപാലിക്കുന്ന, നമ്മുടെ കാല് വഴുതുവാൻ സമ്മതിക്കാത്ത ഒരു ദൈവം മയങ്ങാതെ ഉറങ്ങാതെ നമ്മളോടൊപ്പം ഏതവസരങ്ങളിലും ഉണ്ട് എന്നുള്ള ഒരു പൂർണ്ണ സംരക്ഷണമാണ് നമുക്ക് ഈ 3-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. മാനുഷികമായ ലോകത്തിൽ, മാനുഷികർ അവരുടെ കഷ്ടപ്പാടുകളുടെയും അവരുടെ ബുദ്ധിമുട്ടുകളുടെയും അവരുടെ പ്രയാസങ്ങളുടെയും നടുവിൽ പലപ്പോഴും ക്ഷീണിച്ചും തളർന്നും മയങ്ങി പോകുന്ന അവസരങ്ങളിലും നമ്മുടെ വലിയവനായ ദൈവം മയങ്ങാതെ ഉറങ്ങാതെ നമ്മുടെ ഓരോ അവസരങ്ങളിലും നമ്മുടെ
പരിപാലകനായി, നല്ലൊരു പരിപാലകനായി നമ്മോട് കൂടെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് 5-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. പ്രിയരെ, അങ്ങനെ നമുക്കൊരു ജീവിതത്തിലെ എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും നമ്മൾക്ക് ആശ്രയിപ്പാൻ വകയില്ലാതെ വണ്ണമായിരിക്കുമ്പോഴും നമുക്കൊരു തണലായി, താങ്ങായി, വലിയവനായ ദൈവം നമുക്കുണ്ട് എന്നുള്ളതും നമുക്ക് ഈ 121 സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നു. പ്രിയരെ, യഹോവ നമ്മുടെ പകൽ രാത്രി, പകലും നമ്മൾ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരുന്നു. കാരണം പകലിലെ ക്രൂരമായ, ഘോരമായ, ചൂടേറിയ ഒരവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, രാത്രികാലങ്ങളിൽ നമ്മളെ ഭയപ്പെടുന്ന പല സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ആ രാവോ പകലോ എന്ന് നോക്കാതെ വണ്ണം നമ്മളെ നടത്തുന്ന വലിയവനായൊരു ദൈവം ഒരു നിമിഷം പോലും തൻ്റെ കണ്ണുകളൊന്നും അടയ്ക്കാതെ വണ്ണം നമ്മളെ എല്ലാ അവസ്ഥയിലും താങ്ങുന്നൊരു ദൈവം നല്ലൊരു കാവൽക്കാരനായി, നല്ലൊരു രക്ഷകനായി, നല്ലൊരു പരിപാലകനായി, നല്ലൊരു സഹായകനായി കാണുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ജീവിതത്തിലെ കഠിനമായ പ്രയാസങ്ങളിലും ദൈവത്തിന് ആശ്വാസം, ഇതിന് ഒരു തണൽ നമ്മോടുകൂടെ എപ്പോഴും ഉള്ളതായും നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മുടെ പ്രാണന്റെ പോലും രക്ഷ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഈ സങ്കീർത്തനം ഒരു ചോദ്യത്തോടുകൂടെ തുടങ്ങുമ്പോൾ ഇതിൽ നമുക്ക് അവസാനമായി വളരെയധികം നമ്മുടെ വളരെയധികം നമുക്കൊരു ബലം തന്ന് നമുക്കൊരു വലിയൊരു വാഗ്ദാനത്തോടുകൂടിയാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. അത് എന്നാൽ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും എന്നുള്ള വലിയൊരു വാഗ്ദത്തം വലിയവനായ ദൈവം നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ള ജനമേ, അങ്ങനെ 121 സങ്കീർത്തനത്തിൽ നമ്മളൊരു പറയുന്ന പ്രകാരം ദൈവമായ കർത്താവ് നമുക്കൊരു സഹായകനായി, നമുക്കൊരു പരിപാലകനായി, നമുക്കൊരു സംരക്ഷകനായി, നമുക്കൊരു കാവൽക്കാരനായി, നമുക്കായി ഇരിപ്പാൻ, നമുക്കും ഈ 121 സങ്കീർത്തനത്തിന് പ്രകാരം വിശ്വാസ ജീവിതത്തിൽ നമുക്കും എല്ലാ അവസരങ്ങളെയും കർത്താവിനനുസൃതമായി ജീവിപ്പാൻ വലിയവനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി ദൈവജനമേ, നമ്മളെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കാം. ഈ വചനത്തിനനുസൃതമായി നമുക്ക് ഓരോരുത്തരും ജീവിക്കാമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഈ ഇത്തരത്തിലുള്ള അവസരം എനിക്ക് ഒരുക്കി തന്ന ഫോക്കസ് ഓൺ ജീസസ് ഗ്രൂപ്പിനോടുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. പാസ്റ്റർ അനീഷിനോടുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ദൈവം ധാരാളമായ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമേ എന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.